ഗൈസ് രാജ്യം ആര് ഭരിക്കുമെന്നുള്ള വിധിയൊക്കെ എഴുതുമ്പോൾ 2 ദിവസങ്ങൾക്കിപ്പുറം ഇന്ത്യ വേൾഡ് കപ്പ് യോഗ്യതയുടെ ഒരു മുന്നോട്ടുള്ള യാത്രയിലേക്ക് എങ്ങനെയെന്ന് പറയുന്നൊരു വിധി എഴുതാൻ പോകുന്ന മത്സരമായിരിക്കും കുവൈറ്റിനെതിരെ നടക്കാൻ പോകുന്നത്. കൊൽക്കത്തയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു മത്സരമാണ്. നമുക്കറിയാം സുനിൽ ഛേത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന മത്സരമാണ് ദേശീയ ടീമിൽ അദ്ദേഹം കളിക്കാൻ പോകുന്നത്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മത്സരം കൂടിയാണ് ഇന്ത്യക്ക് എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹം നമ്മുടെ ലെജൻഡാണ്, അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഒരു ലോകകപ്പ് യോഗ്യതയ്ക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മത്സരം, അതായത് 3-ാം റൗണ്ട് യോഗ്യതയ്ക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മത്സരമാകും ഇത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ നിലവിൽ ഗ്രൂപ്പിൽ ഖത്തറാണ് 1-ാം സ്ഥാനത്ത്. അവർ ഓൾറെഡി ക്വാളിഫിക്കേഷൻ എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് 4 പോയിന്റും അഫ്ഗാനിസ്ഥാന് 4 പോയിന്റും കുവൈറ്റിന് 3 പോയിന്റുമാണുള്ളത്. അപ്പം ഇനി ഇന്ത്യയുടെ മത്സരം വരാൻ പോകുന്നത് കുവൈറ്റിനെതിരെയും ഖത്തറിനെതിരെയുമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ കുവൈറ്റിനെതിരെ വിജയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. കാരണം കുവൈറ്റിനെതിരെ ഇന്ത്യക്ക് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് 7 പോയിന്റുകളാകും. പിന്നെ കുവൈറ്റ് അവസാനത്തെ മത്സരത്തിൽ ഇപ്പം ഖത്തറിനെതിരെ പോയി വിജയിച്ചാൽ പോലും അവർക്ക് 6 പോയിന്റുകളെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ ഖത്തറിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അവർ ഖത്തറിനെതിരെയും ഇവർക്കെതിരെയും ജയിക്കണം. കുവൈറ്റിനെതിരെയും 2 മത്സരങ്ങളും ജയിക്കണം. അത് അത്രയ്ക്ക് എത്ര പോസിബിൾ ആണ് എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. കാരണം ഖത്തറിനെതിരെ എസ്പെഷ്യലി വിജയിക്കുന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് ഈ ഒരു കുവൈറ്റിനെതിരെയുള്ളൊരു മത്സരം വളരെ നിർണായകമാണ്. ഒരു മസ്റ്റ് ടു വിൻ ആയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് ഇത് എന്നുള്ളത്. എന്നാണെങ്കിലും സുനിൽ ഛേത്രിയുടെ ആ ഒരു വിടവാങ്ങൽ മത്സരം ആയതുകൊണ്ടും നമുക്കൊരു ലോങ് ക്യാമ്പൊക്കെ കിട്ടിയതുകൊണ്ടും തന്നെ പ്ലേയേഴ്സൊക്കെ ആ ഒരു ഫുൾ കമ്മിറ്റ്മെൻറ്റ് എഫേർട്ടൊക്കെ ഇട്ട് കളിച്ച് ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുവൈറ്റിനാണെങ്കിൽ ആകെ ഉള്ളത് 3 പോയിന്റ്സ് മാത്രമാണ്. അത് അഫ്ഗാനിസ്ഥാനെതിരെ നേടിയിട്ടുള്ള ആ 3 പോയിന്റ്സ് ആണ്. ഇന്ത്യക്ക് കുവൈറ്റിനെതിരെ കുവൈറ്റിൽ പോയി വിജയിക്കാനായിട്ട് സാധിച്ചിരുന്നു. എങ്കിലും ഞാൻ പറയുന്നു അതൊരു ഈസി ആയിട്ടുള്ള ജോബ് ആയിരിക്കത്തില്ല. നമ്മൾ എവേ ജയിച്ചെങ്കിലും ഹോം മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത്. കാരണം കുവൈറ്റ് ഇച്ചിരി ടഫായിട്ടുള്ള ടീം തന്നെയാണ്. നമുക്ക് അന്ന് ആ ഒരു ഗോൾ വന്നു, അവർ ഗോളുകൾ അടിച്ചില്ല എന്നുള്ള സാഹചര്യമാണുള്ളത്. അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഗെയിംസ് വരുമ്പോഴത്തേക്കും അടുത്തൊരു ഷെഡ്യൂളിലോട്ട് വരുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. സോ എക്സൈറ്റഡ്. പിന്നെ കുവൈറ്റിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പരിശീലകൻ യു വെൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർച്ചുഗീസ് പരിശീലകനാണ്. പോർച്ചുഗലിന് വേണ്ടി Under-20 വേൾഡ് കപ്പൊക്കെ പണ്ട് വിൻ ചെയ്തിട്ടുള്ളൊരു പ്ലെയർ എന്ന നിലയിൽ. അതുപോലെ തന്നെ Under-20 ടീമിൻ്റെയൊക്കെ പരിശീലകനായിട്ടുണ്ട്. Under-20 മാത്രമല്ല പല ജൂനിയർ കാറ്റഗറിയിൽ പോർച്ചുഗൽ. അതിനുശേഷം 2022 തൊട്ടാണ് കുവൈറ്റിൻ്റെ ദേശീയ ടീമിൻ്റെ പരിശീലന നിലയിൽ വരുന്നത്. ഇന്ത്യക്കെതിരെ കളിച്ചപ്പോഴൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു സാഫിലും അതുപോലെ ഈ പറഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലും ഒക്കെ. ഇപ്പം ഏറ്റവും ഒടുവിൽ അവർ കളിച്ചിട്ടുള്ളത്, ഇന്ത്യക്കെതിരെ കളിച്ചതിന് ശേഷം അവർ കളിച്ചിട്ടുള്ളത് ഖത്തറിനെതിരെ 2 മത്സരമാണ്. 2 മത്സരം പരാജയപ്പെട്ടിരുന്നു. ഖത്തറിൽ പോയി കളിച്ച മത്സരം 3-0ക്കാണ് പരാജയപ്പെട്ടതെങ്കിൽ കുവൈറ്റിൽ വന്ന് ഖത്തർ കളിച്ച മത്സരത്തിൽ 2-1 പരാജയപ്പെട്ടത്. പക്ഷേ ആ ഒരു മത്സരത്തിൽ കുവൈറ്റ് നല്ല പ്രകടനമാണ് കേട്ടോ കാഴ്ചവെച്ചത്. കാരണം ആ ഒരു 2 ഗോൾസ് വഴങ്ങി എന്നുള്ളതാണ്. പക്ഷേ സ്റ്റാറ്റ് വൈസ് ഒക്കെ ആണെങ്കിൽ കുവൈറ്റ് വളരെ മുന്നിൽ നിന്ന മത്സരമാണ്. ഏതാണ്ട് 16 ഷോട്ട്സൊക്കെ ഉതിർത്തിരുന്നു. ഇപ്പം ഖത്തറിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും 13 ഷോട്ട്സോ മറ്റോ ആണെന്നത്. ഖത്തർ പോലൊരു ടീമിനെതിരെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ബെസ്റ്റ് ഇൻ ഏഷ്യ എന്ന് പറയുന്ന ലെവലിൽ നിൽക്കുന്ന ടീമാണ് എന്നുള്ളത് ആലോചിക്കണം. റൂയി ബെൻഡോ എന്ന് പറയുന്ന പോർച്ചുഗീസ് പരിശീലകൻ ഒരു 4-3-3 ഫോർമേഷനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വേരിയൻസ്. എങ്കിലും അദ്ദേഹം മിക്കവാറും ഒരു ലോൺലി സ്ട്രൈക്കർ പ്രിഫർ ചെയ്യുന്നൊരു പരിശീലകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ പല മാച്ചസിലൊക്കെ നോക്കുന്ന സമയത്ത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന മിസ്സുണ്ട്. ഷബൈബ് അൽ ഖൽദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ. അദ്ദേഹം സാഫ് ഫൈനലിൽ ഗോൾ അടിച്ച പ്ലെയറാണ്. ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അഫ്ഗാനെതിരെയൊക്കെ 2 ഗോൾ ആ ഒരു മത്സരത്തിലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. വളരെ ഒരു റെഗുലർ സ്കോററൊക്കെ ആയിട്ട് വന്നിരുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. ഒരു ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ മിസ്സാകും എന്നുള്ളൊരു ഫാക്ടറാണ് അവിടെ ഉള്ളത്. എന്നാൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഡിഫൻഡറായിട്ടുള്ള ഖലീദുൽ ഇബ്രാഹിം അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള അൽ ഫനീനി എന്ന് പറയുന്ന താരങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി പ്രശ്നങ്ങൾ, അവൈലബിൾ അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ടറാണ്. ഇപ്പം ആദ്യ 11-ൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന താരങ്ങളായിരുന്നു സന്ദേശ് ചിങ്കൻ, ആകാശ് മിശ്ര, അപ്പൂയ തുടങ്ങിയിട്ടുള്ള താരങ്ങൾ. അവർ അവൈലബിൾ അല്ലാത്ത സാഹചര്യമാണ് ഉള്ളത് സ്ക്വാഡിൽ തന്നെ. അതുപോലെ വിക്രം പ്രതാപ് സിംഗ് സസ്പെൻഷൻ മൂലം ഈ ഒരു മത്സരത്തിൽ അവൈലബിൾ അല്ല. ഖത്തർ മത്സരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം തിരിച്ചെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ക്വാഡിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ് മിസ്സാകുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റോഷൻ സിംഗ്, ദീപക് താങ്കരി, വിപിൻ മോഹനൻ, പാർദിപ് ഗൊഗോയ്, ലാൽറും സല എന്നൊക്കെ തുടങ്ങിയിട്ട് സ്ക്വാഡിൽ തീർച്ചയായിട്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന താരങ്ങളായിരുന്നു. എന്താണെങ്കിലും കോച്ചിന് അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. കാരണം അതിന് പറ്റിയ മറ്റ് താരങ്ങളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലോങ് ക്യാമ്പാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പേരിലൊന്നും ഇനി വേറെ വർത്തമാനമൊന്നും പറയാൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ആകെപ്പാട് ജിക്സൺ ആണുള്ളത്. അത് കോച്ച് എടുക്കേണ്ടതായിരുന്നു. കാരണം എല്ലാ പ്ലേയേഴ്സിനും ഇഞ്ചർ ആയി കഴിഞ്ഞാൽ എടുക്കണ്ടേ. ഇപ്പം സ്ക്വാഡിൽ വേറെ പ്ലേയേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വിളിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു കാര്യം ആലോചിക്കും, ഒരു സെൻട്രൽ ഫോർവേഡിലുള്ള എല്ലാ പ്ലേയേഴ്സും ഇഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ പുള്ളി സെൻട്രൽ ബാക്കിന് വെച്ച് കളിപ്പിക്കത്തില്ല, പുറത്തുനിന്ന് ആളെ വിളിക്കില്ല. അപ്പം അവൈലബിൾ ആയിട്ടുള്ള പുറത്ത് പ്ലേയേഴ്സ് ഉണ്ടായി. പുട്ടിയോ, അഭിഷേക്, സൂര്യവംശിയൊക്കെ പോലത്തെ പ്ലേയേഴ്സ് അവൈലബിൾ ആയിരുന്നു.
എടുക്കാൻ വരുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. കാരണം ജിക്സൺ ഇല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ DM ഇല്ലാണ്ട് കളിക്കേണ്ടി വരും. അതായത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കളിപ്പിക്കാൻ, അപ്പോൾ ഈ 2 മത്സരത്തിലും ഫുൾ ടൈം ജിക്സനെ കളിപ്പിക്കുക, എന്താണ് ആ ഒരു സാഹചര്യത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. ഈ ഒരു എക്സ്പെക്റ്റഡ് 11 നോക്കുന്ന സമയത്ത് ഒരു 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർപ്രീത് സിംഗ് സന്ധു തന്നെ, സെൻട്രൽ ബാക്കിൽ അൻവർ അലിക്കൊപ്പം രാഹുൽ ബൈക്കെ, റൈറ്റ് ബാക്കിൽ നിഖിൽ പൂജാരി, ലെഫ്റ്റ് ബാക്കിൽ സുഭാഷിഷ് ബോസ്, ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലേക്ക് വരുമ്പോൾ ജിക്സൺ സിംഗ്, സുരേഷ് എന്നിവരാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ സഹൽ ഓർ ബ്രാൻഡ്, ഞാൻ ഇതുവരെ ആരെ വേണേലും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം രണ്ടുപേരും നല്ല ഫോമിൽ തന്നെയാണ് ഉള്ളത്. റൈറ്റ് വിംഗർ എന്ന നിലയിൽ അലൈൻ സാല ചാങ്തയും, ലെഫ്റ്റിൽ വിക്രം പ്രതാപ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എഡ്മണ്ടിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ട്രെയിനിങ്ങിനൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയെന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. വീഡിയോസ് നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അതുപോലെ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സുനിൽ ഛേത്രിയുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ എന്ത് ചേഞ്ചസ് വരുത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും മൻവീർ സിംഗിനെ റൈറ്റ് വിങ്ങിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ചാങ്തയെ ലെഫ്റ്റ് കളിപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അല്ലെങ്കിൽ പിന്നെ ചാങ്തയെ കളിപ്പിക്കാതെ വേറെ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ തന്നെ കളിപ്പിക്കും. കാരണം ചാങ്ത റൈറ്റ് കളിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ മൻവീർ കുവൈറ്റിനെതിരെ ഫസ്റ്റ് ലെഗിൽ സ്കോർ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ഇപ്പം വിക്രം പ്രതാപ് ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള സംശയങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഛേത്രിയുടെ ലാസ്റ്റ് മാച്ചാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു 60-70 മിനിറ്റ് വരെയൊക്കെ സ്കോർ ചെയ്തില്ലെങ്കിൽ വീണ്ടും അദ്ദേഹത്തെ ഈ കുറച്ച് മാച്ച് കളിപ്പിക്കുക എന്നുള്ളത് നോക്കി കാണും. കാരണം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് വിജയങ്ങൾ വരണം, അല്ലെങ്കിൽ ഗോൾസ് അടിക്കണം എന്നൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് കൺഫ്യൂഷനുണ്ട്. അപ്പം ഛേത്രിയുടെ ലാസ്റ്റ് മാച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജ് കൂടുതലും മിനിറ്റ്സ് കളിപ്പിക്കാൻ കൊടുക്കുമോ എന്നുള്ളത്. സോ വേറെ നമുക്കറിയാം, അദ്ദേഹം എപ്പോഴും നമുക്ക് വേണ്ടി സ്കോർ ചെയ്യുന്ന പ്ലെയറാണ്. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ കരിയറിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രം. എനിവേ, ഒരു വിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഒരുപാട് 10 മുകളിൽ മത്സരങ്ങൾ തേർഡ് റൗണ്ടിൽ, അതും ബിഗ് നേഷൻസുമായിട്ട് കളിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. അത് നേടിയെടുക്കുമോ എന്നുള്ളത് കുവൈറ്റ് മത്സരം വിധി എഴുതും. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസിറ്റ്